എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു യൂണിഫോം ട്രൗസറിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ കട്ടിങ് നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇതൊരു 6 വയസ്സുള്ള കുട്ടിക്കുള്ള ട്രൗസറാണ്, അതായത് 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കുള്ള ട്രൗസറാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്ലൈ തയ്ക്കാം. ഇതിൽ സിബല്ല, ബട്ടൺസാണ് വയ്ക്കുന്നത്. ചെറിയ കുട്ടികൾക്കായതുകൊണ്ട് ബട്ടണാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഫ്ലൈ നമുക്ക് ഇവിടെ ആവശ്യമുള്ള നീളം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഓരോ പീസ് എടുത്തിട്ട് ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഒരു 4 ഇഞ്ച് വീതിയിൽ തയ്ക്കുക. നമ്മൾ സിബ് വയ്ക്കുമ്പോൾ ഈ സൈഡിൽ കൂടെയാണ് തയ്ക്കുക, ഇതിൽ ഈ സൈഡിൽ കൂടെ തയ്ക്കുക. അതുപോലെ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ തയ്ക്കുക. അതായത് ഈ ബെൻഡ് വരുന്ന ഭാഗത്താണ് ഈ അടുത്ത ഫ്ലൈയിൽ തയ്ക്കേണ്ടത്. ഇവിടെ ഇതേപോലെ ഇത്രയും തയ്യത്തുമ്പ് വേണം. ഇത് നമുക്കിതിനൊപ്പം കട്ട് ചെയ്യാം. ഇതേപോലെ ഒപ്പം കട്ട് ചെയ്യാം. അതിനുശേഷം ഇത് തിരിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന് മേലെ ഒരു തൈരിടുക. ഇതും അതേപോലെ അടിമറച്ചിട്ട് ഈ രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു മേൽ തൈരിടുക. ഇനി ഈ പീസ് ഇവിടെ ഒന്ന് ഞാൻ ഓവർലോക്ക് അടിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അറ്റാച്ച് ചെയ്യാം. ഇതിങ്ങനെ നിവർത്തി വയ്ക്കുക. നല്ല വശം ഇവിടെയാണ് വരിക. എന്നിട്ട് ഈ പീസ് എടുത്തിട്ട് ഇതിനൊപ്പം വയ്ക്കുക. 4 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഇതുവരേക്കും തയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഈ നമ്മൾ നേരത്തെ തയ്യത്തുമ്പിട്ടുണ്ട് അത് ഇതിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഈ തയ്യത്തുമ്പ് കൂടെ ഒരു തൈരിടുക. ഇതേപോലെ ഈ ഗ്യാപ്പ് കൂടെ തൈലിട്ടാൽ മതി. ഇവിടെ തയ്യത്തുമ്പിൽ പിടിച്ചോളും. അധികമുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഈ സൈഡ് ഈ ഫ്ലൈ ആണ് പിടിപ്പിക്കേണ്ടത്. അതിനാദ്യം നമുക്ക് ഇതേപോലെ ഒരു തുണി അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ ഫ്ലൈന് എത്ര നീളമുണ്ട് നോക്കുക. ഒരല്പം താഴെ ഒരു 4 ഇഞ്ച് താഴേക്ക് ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്കും 4 ഇഞ്ചിൽ തയ്ക്കുക. എന്നിട്ട് ഇതിനൊപ്പം കട്ട് ചെയ്യുക. തിരിച്ച് വെച്ചിട്ട് ഇവിടെ ഒരു മേൽ തൈരിടുക. അതിനുശേഷം ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഈ തയ്യൽ പുറത്ത് കാണാത്ത രീതിയിൽ ഇതേപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം ഈ പീസ് ഇവിടെ വയ്ക്കുക. ഒരു പോയിൻ്റ് ഇതേപോലെ ഉള്ളിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഒരു 4 ഇഞ്ചിൽ ഒരു തൈരിടുക. ഇതാണ് മുകളിൽ കാണുന്ന ഫ്ലൈ. ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇനി നമുക്ക് ഈ എക്സ്ട്രാ ഉള്ള തുമ്പ് ഓവർലോക്കിനൊപ്പം ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റിയാൽ മതി. ഇത്രയും ചെയ്താൽ മതി. ഇനി നമുക്കിതിൽ പോക്കറ്റ് വയ്ക്കാനുണ്ട്. പോക്കറ്റ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മടക്കുക. അതേപോലെ ഇവിടെയും മടക്കാം. ഇനി പോക്കറ്റ് ഞാൻ ഈ പീസ് കൊണ്ടാണ് വയ്ക്കുന്നത്. ഇതിൽ ലേശം തുണി കുറവാണ്. ഇതിൻ്റെ വീതി 2ആയിട്ട് മടക്കിയ തുണി 4.5 ഇഞ്ച് എടുക്കുക. അതായത് ഇതിൻ്റെ അരവണ്ണം വന്നിട്ട് 22 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 ഭാഗം 5.5 ഇഞ്ച് വരും. അതിന് 1 ഇഞ്ച് കുറയ്ക്കുക, 4.5 ഇഞ്ച് ചേർക്കുക. ഇറക്കം പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പോക്കറ്റ് ഇതുവരേക്ക് ഓപ്പൺ വരുന്നുണ്ട്. ഒരു 3.5 ഇഞ്ചോ 4 ഇഞ്ച് വരെയൊക്കെ ഇറക്കം എടുക്കാം. ഇവിടെ സൈഡിൽ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്യാം. തോട് വശത്തേക്കാണ് വരുന്നത്. ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തെടുക്കുക. ഇനി ഓവർലോക്ക് ഇല്ലെങ്കിൽ ചെറുതായിട്ട് മടക്കി അടിച്ചാലും മതി, സ്ക്വയറിലെടുത്താലും മതി. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ തയ്യത്തുമ്പിനോട് ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒന്ന് അടിച്ച് പിടിപ്പിക്കുക.
ഇതിവിടെ വന്നിട്ട് നമുക്കൊരു 1.5 ഇഞ്ച് ഓപ്പൺ വരുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 ഇഞ്ചും കൂടെ കൂടുതലിടുക. ഇനി ഈ പീസ് നേരെ ഇതുപോലെ കമഴ്ത്തി വയ്ക്കുക. അതിനുശേഷം ഈ പീസ് ഇതിന് മേലെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുവരെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരു തയ്യലിടാം. അതിനുശേഷം ഇതേപോലെ നമുക്ക് വേറെ ഒരു 2 പീസ് കൂടെ വേണം. ഇതും ഇതേപോലെ നമുക്കിവിടെ മടക്കി അടിച്ചാലും മതി. അടിവശം ഒന്ന് മടക്കി അടിക്കാം. എന്നിട്ട് ഈ പീസ് അടയാളം ഇട്ടേന്ന് ഉള്ളിലേക്ക് വയ്ക്കുക ഒരു 1/4 ഇഞ്ച്. എന്നിട്ട് 1/4 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഇതുവരേക്കും അടിക്കുക. ഈ തയ്യത്തുമ്പ് ഇതേപോലെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കുക. അതിനുശേഷം ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇതിന് മേലെ ഒരു തയ്യലിടാം. അതിനുശേഷം ഇങ്ങനെ മടക്കിയിട്ട് ഇതിന് മേലെ ഒരു തയ്യലിടാം. ഇനി അതിന് ശേഷം ഇത് നിവർത്തി വെച്ചിട്ട് ഈ പീസ് ഇതിനോട് ചേർത്ത് വെച്ച് അടിക്കുക. ഇനി പോക്കറ്റ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് ഇത് നേരെ തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിവശം ഒന്ന് ജോയിൻ്റ് ചെയ്യുക. ഇത് ഇതേപോലെ ഒരു പോയിന്റിൽ ജോയിൻ്റ് ചെയ്താൽ മതി. അതിന് ശേഷം അത് തിരിച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിലൊന്ന് അടിച്ചെടുക്കുക. ഇവിടെ നമ്മൾ ആകെ ഇട്ടത് 1.5 ഇഞ്ചാണ്. ഈ പീസ് ഇതിനൊപ്പം വെച്ചിട്ട് ഇവിടെ ഒന്ന് തയ്ക്കുക. അതേപോലെ ഈ ഭാഗം ഒന്ന് ചേർത്തടിക്കാം. ഇനി ഇവിടെ നമ്മളൊരു 1.25 ഇഞ്ച് ഒരു പ്ലേറ്റിന് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ നിന്ന് ആദ്യത്തെ പ്ലേറ്റിൽ നിന്ന് രണ്ടാമത്തേലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് ചേർത്ത് അടിച്ചാൽ മതി. അരവണ്ണത്തിൻ്റെ 4/1 ഭാഗം 5.5 ഇഞ്ച്, 1/2 ഇഞ്ച് തയ്യത്തുമ്പോൾ കൂടെ 6 ഇഞ്ച് വന്നാൽ മതി. ഒരു പോയിൻ്റ് കുറവുണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അതേപോലെ ഈ സൈഡും അടിക്കാം. ഇനി നമുക്ക് ബാക്ക് പീസിൽ ഒരു ടെക്ക് ഇട്ടെടുക്കാണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്താൽ മതി. ഒരു 3 ഇഞ്ച് ഇറക്കം വയ്ക്കാം. വീതി നമ്മൾ 1/2 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്, 1/2 ഇഞ്ച് പിടിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ബാക്കും ഫ്രണ്ടും കൂടെ ജോയിൻ്റ് ചെയ്യണം. ഇതിങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു 1/2 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യുക. ഇനി ഈ സൈഡ് ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സൈഡ് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇതിന് മേലെ ഒരു തയ്യലിടുക. തയ്യത്തുമ്പ് ബാക്കിലേക്ക് വരും. ഈ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഈ പോക്കറ്റിൻ്റെ അടിവശം ഒന്ന് കെട്ടിട്ടടിക്കുക. അതേപോലെ ചേർത്തൊന്ന് കെട്ടിടുക. അതുപോലെ നമുക്ക് ഈ സൈഡും അടിക്കാം. ഇനി നമുക്കിതിൽ ബാൻഡ് പിടിപ്പിക്കാം. ബാൻഡ് വന്നിട്ട് ഒരു 3.25 ഇഞ്ച് വീതി വെച്ചാൽ മതി. നീളം നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഒരു 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ 2 ഇഞ്ച് ഇതിനൊപ്പം വയ്ക്കുക. എന്നിട്ട് തയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ ഈ ബാൻഡ് തയ്ച്ച് വരുമ്പോൾ നമുക്ക് ബെൽറ്റ് ഇടാനുള്ള ലൂപ്പ് വയ്ക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 6 എണ്ണം അടിച്ചെടുക്കുക. ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതി മതി. നീളം ഒരു 3.5 ഇഞ്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇവിടെ അടയാളപ്പെടുത്താം. ഈ ബാക്ക് നമ്മൾ അടയാളം ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മാറിയിട്ട് അടയാളപ്പെടുത്തുക. ഇവിടെ നമുക്ക് ഈ പ്ലേറ്റിൻ്റെ തൊട്ട് ഇങ്ങോട്ട് ഇവിടെ വെച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ 2 സെൻറ്ററായിട്ട് ഒന്നുകൂടെ വയ്ക്കുക. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇതേപോലെ അടിച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി.
ഇനി ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്തിന് അടിയിലേക്ക് മടക്കി കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ കണ്ടാൽ മതി. ഇതേപോലെ അടിക്കുക. അതായത് ആദ്യം ഇവിടെ നിന്ന് ഇതുവരെ അടിക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് ചെരിച്ചടിക്കുക. ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇത് നമ്മൾ സിബ് വയ്ക്കുമ്പോൾ ക്യാൻവാസ് എല്ലാം കൊടുക്കണം. ഇത് ബട്ടൺ ആയതുകൊണ്ട് ക്യാൻവാസ് കൊടുക്കുന്നില്ല. സിമ്പിൾ മെത്തേഡാണ് കാണിക്കുന്നത്. ഇങ്ങനെ മടക്കിയിട്ട് ഇതിന് മേലെ ഒരു തൈലിടാം. ഇത് അടിച്ച് വരുമ്പോൾ ഇവിടെ നിന്ന് തയ്ച്ചിട്ട് ഈ ലൂപ്പിലേക്ക് ഒരു 1/2 ഇഞ്ച് ഇറക്കി അടിക്കുക. അപ്പോഴാണ് നമുക്ക് ബെൽറ്റ് ഇടാനുള്ള ആവശ്യത്തിനുള്ള വീതി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒറ്റ തയ്യൽ തന്നെ നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ ലൂപ്പും ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് ഇതേപോലെ കെട്ടിട്ടെടുക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു തയ്യലിട്ട് വരിക. ഈ തയ്യലിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ലൂപ്പ് മടക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വീതിക്ക് ഇവിടെയും മടക്കുക. എന്നിട്ട് ഇതിന് മേലെയാണ് തയ്ച്ച് വരേണ്ടത്. അപ്പോൾ അതേപോലെ ഒരു സൈഡ് ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി ഈ സൈഡ് തയ്ക്കാം. ഇവിടെ നമുക്കൊരു ബട്ടൺസ് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് ഇതേപോലെ ഒപ്പം വെച്ച് തയ്ച്ചാൽ മതി. എന്നിട്ട് അടിമറിച്ചെടുക്കുക. അതിന് ശേഷം ഇതിങ്ങനെ വയ്ക്കുക. ഇവിടെ നിന്ന് ഇതിന് മേലെ തയ്ക്കുക. അടിയിൽ തയ്യത്തുമ്പിൽ പിടിച്ചാൽ മതി തയ്യൽ. ഇനി നമുക്കിതിൻ്റെ ബോട്ട് അടിക്കാം. ബോട്ട് ഇവിടെ 2.5 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത്. അതിനുശേഷം 1/2 ഇഞ്ചിൽ ഒന്നുകൂടെ മടക്കുക. അതിനുശേഷം ഇതേപോലെ വെച്ചിട്ട് അടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ് ഇവിടെ ചേർത്ത് അടിക്കാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചിട്ട് ഓവർലോക്ക് അടിച്ചാൽ ഇത് വേണമെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചിട്ട് ഓവർലോക്ക് അടിച്ചാലും മതി. ഓവർലോക്ക് ഇല്ലാതെ അടിക്കുന്നത് കാണിക്കാം. ഇതുപോലെ നല്ല വശത്തുനിന്ന് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ തയ്ക്കുക. കാലിഞ്ച് ഒരു പോയിൻ്റ് എല്ലാം മതി. അതിനുശേഷം അടിവശത്തുനിന്ന് നമ്മൾ പണ്ട് കാലത്തൊക്കെ അടിച്ചിരുന്ന പോലെ അടിക്കുക. ഒരു 1/4 ഇഞ്ചിലധികം വീതി വെച്ചിട്ട് ഉള്ളിൽ കൂടെ ഒരു തൈലിട്ട് എടുത്താൽ മതി. ഇതേപോലെ ജോയിൻ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ 2 പീസും കൂടെ ഇവിടെ ജോയിൻ്റ് ചെയ്യണം. അതിന് മുന്നേ നമുക്കിതിൻ്റെ അരവണ്ണം ഒന്ന് കറക്റ്റ് ചെയ്യാം. 22 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 11 ഇഞ്ച് ഫ്ലൈ പട്ടീൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ. അതിനുശേഷം ഇതേപോലെ ഒപ്പം വയ്ക്കുക. ഇതേപോലെ ഒരു കാലിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇതിങ്ങനെ വയ്ക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അടയാളമുണ്ട്. ഇവിടെ നിന്ന് ഇതിലേക്ക് കറക്റ്റ് ചെയ്താൽ മതി.
ഇവിടെ ഈ ജോയിൻ്റ് ഒപ്പം വെച്ചിട്ട് ഒരല്പം മുകളിൽ നിന്ന് ഇവിടെ നിന്ന് തയ്ച്ച് തുടങ്ങാം. ഒരു തയ്യലും കൂടി ഇടാം. ഈ ആദ്യം ഇട്ട തയ്യലിൻ്റെ മേലെ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഓവർലോക്ക് ചെയ്യാൻ മറന്നുപോയി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാൻ, തൽക്കാലം ഇവിടെ നിന്ന് മടക്കി അടിക്കാം. ഇതുപോലെ വെച്ചിട്ട് മടക്കി അടിച്ചാൽ മതി. രണ്ട് സൈഡ് മടക്കി അടിക്കുക. അതിനുശേഷം അത് നിവർത്തിയെടുക്കുക. എന്നിട്ട് ഈ തയ്യത്തുമ്പ് ഇതേപോലെ രണ്ട് സൈഡിലേക്ക് വെക്കുക. ഇവിടെ ഒരു തയ്യലിടുക. അപ്പോൾ അതേപോലെ ഈ തയ്യത്തുമ്പ് ഇവിടെ ഫ്ലാറ്റായിട്ട് ചേർത്ത് അടിച്ചാൽ മതി. ഇത് ക്യാൻവാസ് വയ്ക്കുമ്പോൾ ഇങ്ങനെയല്ല അടിക്കുക. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഇനി നമുക്ക് ഈ ഫ്ലൈൻ്റെ ഇവിടെ മാത്രം ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിനാദ്യം ഇത് ഇവിടെ ഫ്ലൈ ഇതൊന്ന് ഒപ്പം വയ്ക്കുക. അതിനുശേഷം ഈ ഫ്ലൈ തച്ച് ഫിനിഷ് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒരു അടയാളം ഇടുക. അതിനുശേഷം ഇതിങ്ങനെ ഇതിനകത്ത് കൂടെ വയ്ക്കുക. ഇനി നമ്മളിവിടെ നേരത്തെ തയ്ച്ച് നിർത്തിയ ഈ തയ്യത്തുമ്പുണ്ട്, ഈ സൈഡിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ഇതിന് എന്നിട്ട് ഈ അടയാളം ഇട്ട ഇതുവരേക്കും തയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ക്രോസിൽ തയ്ക്കുക. ഇവിടെ ഒരു ഏകദേശം ഒരു ത്രികോണാകൃതി വരും. എന്നിട്ട് ഇവിടെ ആദ്യം തയ്ച്ചോടത്തേക്ക് ഒരു തയ്യലും കൂടി ഇടാം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇതേപോലെ ക്രോസിലൊന്ന് കെട്ടിട്ടെടുത്താൽ മതി. ഇനി ഇവിടെ ഒരു 2 ബട്ടൺ വയ്ക്കുക. ഇവിടെ ഒരു ബട്ടൺ, ഇവിടെ ഒരു ബട്ടൺ, അങ്ങനെ 4 ബട്ടൺ വെച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.